നമസ്കാരം. സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും 3.5 കിലോമീറ്റർ മാറി കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ്. അവിടെ പുതുതായിട്ട് പണിയെഴുപ്പിച്ചിട്ടുള്ള ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനിൽ പണിയെഴുപ്പിച്ചിട്ടുള്ള ഒരു ലക്ഷറി വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ഈ പുറകിലായിട്ട് കാണുന്ന ഏകദേശം 35ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4.5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ വീട് പണിയെഴുപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു 85 രൂപ 90 രൂപ റേഞ്ചിൽ വീട് നോക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വീടായിരിക്കും ഈ പരിചയപ്പെടുത്തുന്ന വീട്. ഈ കാണുന്നതാണ് ഈ വീട്ടിലെ വരുന്ന മെയിൻ റോഡ്. 5 മീറ്റർ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം ദൂരമുള്ള ഒരു റോഡാണിത്. നമുക്ക് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു വരാവുന്ന ദൂരമേ ഈ റോഡിനുള്ളൂ. അപ്പം വീടിന് എൻട്രൻസ് നൽകിയിരിക്കുന്നത് കണ്ടംപററി ഒരു സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമാണ്. അപ്പം ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്തേക്ക് വരാം. വിശാലമായ ഒരു മുറ്റമാണ് നൽകിയിരിക്കുന്നത്. ഇൻബിൽറ്റായിട്ട് ഒരു കാർ പാർക്കിംഗ് നൽകിയിട്ടുണ്ട്. മുറ്റം മുഴുവനായിട്ടും ഇൻ്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 2 കാറുകൾ യാതൊരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് വളരെ സ്പേഷ്യസ് ആയ ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ചുവരുകൾ മുഴുവനായിട്ടും ക്ലാഡിംഗ് ടൈൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നൽകിയിരിക്കുന്നത് മനോഹരമായ പ്ലാവിൻ്റെ വർക്കൊക്കെ ചെയ്ത ഒരു ഡോറാണ്. ഇതിൽ കൂടുതലും നമ്മൾ വുഡ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാവിൻ്റെയും ആഞ്ഞിലിയുടെയും തടിയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഡോർ തുറന്ന് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിങ് ഏരിയയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ തന്നെയാണ് ഒരു കണ്ടംപററി മോഡൽ TV യൂണിറ്റ് നൽകിയിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിച്ച ഒരു TV യൂണിറ്റാണ്. എത്ര വലിയ TV നമുക്കിവിടെ മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മനോഹരമായ ഇൻറ്റീരിയർ വർക്കെല്ലാം നൽകി തന്നെയാണ് ഈ ലിവിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പം ലിവിങ് ഏരിയയിൽ നിന്ന് മാറിയിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. അതിനായിട്ട് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള WPC ബോർഡ് കൊണ്ട് ക്രമീകരിച്ചിട്ടുള്ള ഒരു പാർട്ടീഷനാണ് ഈ കാണുന്നത്. പാർട്ടീഷൻ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ അകത്തായിട്ടാണ് നമ്മൾ ഡൈനിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ വലിയ ഒരു ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് സമീപത്തായിട്ട് തന്നെയാണ് നമുക്ക് സെറയുടെ ഒരു ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ വരുന്നത്. ഒരു മിററും ഒരു ലാമ്പും ഒക്കെ നൽകി ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഒക്കെ നൽകി വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രമീകരിച്ച ഒരു വാഷ് ഏരിയയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിന് സമീപത്തായിട്ട് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്നത്. അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസും ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു പെബിൾ യാർഡും നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ്ങിന് സമീപത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ്. ചുവരുകൾ മുഴുവനായിട്ട് നമുക്ക് ടൈല് നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് മുകളിലും താഴെയുമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബ്ലാക്ക് കളർ ലെപ്പോത്ര ടോപ്പാണ് സ്ലാബായിട്ട് നൽകിയിട്ടുള്ളത്. മുകളിലും താഴെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഫേബറിൻ്റെ ഒരു 90 സെൻറ്റിമീറ്റർ ചിമ്മിനിയും നമുക്ക് ഇതോടൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇൻറ്റീരിയറെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇതിന് അറ്റാച്ചായി തന്നെ ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു കിച്ചൺ സിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം സ്ഥലവും ഈ വർക്ക് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് വരുന്നത്. അതിൽ മാസ്റ്റർ ബെഡ്റൂം താഴെയാണ് വരുന്നത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വളരെ വിശാലമായ ഒരു റൂമായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് എത്ര വലിയ ഒരു കിങ് സൈസ് കോട്ട് ഇവിടെ നമുക്ക് ഇടുവാനായിട്ട് സാധിക്കും. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ വളരെ സ്പേഷ്യസ് ആയ രീതിയിൽ ക്രമീകരിച്ച ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് നമ്മൾ ഈ ബെഡ്റൂമിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇൻറ്റീരിയറിനെല്ലാം തന്നെ വളരെ പ്രാധാന്യം നൽകി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസാണ് ഇത് നൽകിയിരിക്കുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് സ്റ്റെയറിനെല്ലാം നൽകിയിരിക്കുന്നത്. വുഡൻ്റെ ടോപ്പും ഹാൻഡ് റെയിലിനായിട്ട് സ്റ്റീലും നൽകിക്കൊണ്ടുള്ള ഒരു ടൈപ്പായിട്ടുള്ള ഒരു ഹാൻഡ് റെയിലാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കേസിന് നൽകിയിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുക്കിയിരിക്കുന്ന ലിവിങ് ഏരിയയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ നമുക്കൊരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. വളരെ പ്രത്യേകം നിറഞ്ഞ ഒരു ലിവിങ് ഏരിയയാണിത്. നമുക്ക് ഇവിടെ പുറത്തായിട്ട് തന്നെ ഒരു ഓപ്പൺ ബാൽക്കണി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലിവിങ് ഏരിയ ക്രമീകരിച്ചിട്ടുള്ളത്. ലിവിങ് ഏരിയ നമ്മൾ മാറി തന്നെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ടേബിൾ അയൺ ബോക്സ് അയൺ ചെയ്യാനായിട്ടുള്ള സൗകര്യത്തിനായിട്ട് നമ്മളിവിടെ ഒരു ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ മനോഹരമായ ഒരു സ്റ്റോറേജ് സ്പേസും ഒരു കമ്പ്യൂട്ടർ ടേബിളും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് 4 ബെഡ്റൂമാണെന്ന് പറഞ്ഞു. അതിൽ നമുക്ക് മുകളിലാണ് 3 ബെഡ്റൂം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നോക്കാം. ഇവിടുത്തെ എല്ലാ റൂമുകളും തന്നെ വളരെ സ്പേഷ്യസ് ആയ റൂമായിട്ട് തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വലിയ കട്ടിലും
വേണമെങ്കിൽ നമുക്കൊരു സോഫയും കൂടെ ഇടാൻ കഴിയുന്ന രീതിയിലുള്ള റൂമായിട്ടാണ് ഇതെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. മനോഹരമായ കബോർഡും ഡ്രസ്സിംഗ് ടേബിളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അറ്റാച്ചായി തന്നെ ക്രമീകരിച്ച ഒരു സ്പേഷ്യസായ റൂമായിട്ട് തന്നെയാണ് ഇൻറ്റീരിയറിനെല്ലാം പ്രാധാന്യം നൽകി തന്നെയാണ് ഈ റൂം ക്രമീകരിച്ചിട്ടുള്ളത്. ഇൻറ്റീരിയറിനെല്ലാം പ്രാധാന്യം നൽകി നിർമ്മിച്ച രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമായിട്ട് താഴത്തെ സെയിം അളവിൽ തന്നെ ക്രമീകരിച്ച ഒരു റൂമാണ്. ഇൻറ്റീരിയറിൻ്റെ എല്ലാം പ്രാധാന്യം നമുക്കിവിടെ കാണാം. ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ കബോർഡ് ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ പ്രീമിയമായി ക്രമീകരിച്ച ഒരു ബാത്റൂമും ഇതോടൊപ്പം അറ്റാച്ചായി നൽകിയിട്ടുണ്ട്. ഒരു ഓപ്പൺ ബാൽക്കണി കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച മൂന്നാമത്തെ ബെഡ്റൂമാണിത്. വളരെ സ്പേഷ്യസായ റൂമാണ്. കാണുന്നത് പോലെ തന്നെ നമുക്ക് ഈ റൂമിൽ നിന്നും പുറത്തേക്ക് ഒരു ഓപ്പൺ ബാൽക്കണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പേഷ്യസായ റൂമാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായി ക്രമീകരിച്ച ഒരു കബോർഡും ഡ്രസ്സിംഗ് ടേബിളും ഉൾപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇൻറ്റീരിയറെല്ലാം തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ക്രമീകരിച്ച ഒരു റൂമാണ്. വളരെ പ്രീമിയം മെറ്റീരിയലെല്ലാം ഉപയോഗിച്ച് ക്രമീകരിച്ച ഒരു ബാത്റൂമും അറ്റാച്ചായി ഈ റൂമിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് പുളിയറക്കോണം കാവിൻപുറം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 30ഓളം വീടുകൾ ഉൾപ്പെടുന്ന ഒരു പ്രീമിയം വില്ല കമ്മ്യൂണിറ്റിയാണിത്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് നമുക്ക് ബസ് ഇറങ്ങിയാൽ ഉടനെ നടന്ന് വരാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു വീടാണിത്. ഇൻറ്റീരിയറിനും എക്സ്റ്റീരിയറിനെല്ലാം തന്നെ വളരെ പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒരു വീടാണിത്. 4,600 ലാൻഡ് ഏരിയ വരുന്നത്. 2260 സ്ക്വയർ ഫീറ്റാണ് വീടിൻ്റെ ബിൽറ്റപ്പ് ഏരിയ വരുന്നത്. നമുക്ക് 4 ബെഡ്റൂമുകളുണ്ട്. വെള്ളത്തിന് കിണറും വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് മാത്രം ഉൾപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 87 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. 90% വരെ ലോണും നമുക്കിതിനെ റേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീട് വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.